ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഉച്ചക്കുള്ള വീഡിയോ ആണ്. ഇത് ഞാൻ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് എടുത്തു. ഇത് ഉച്ചക്ക് മാത്രമാണ് ഫുഡ് ഉണ്ടാക്കാനുള്ളത്. രാത്രി നമുക്കൊരു പരിപാടിക്ക് പോകാനുണ്ട്. അങ്ങനെ ബീഫിലേക്ക് ആവശ്യമായ ഉള്ളി, തക്കാളി, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം എടുത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാക്കി അതൊരു കുക്കറിലിട്ടു. പിന്നെ ഉള്ളി, തക്കാളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം മിക്സിൻ്റെ ജാറിൽ അരക്കാനിട്ടു. ഇത് ഞാൻ ബീഫ് കറി വെക്കാൻ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കുറച്ച് വറുക്കാറുണ്ട്. ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളി തക്കാളി ഇതൊന്നും കായ്ക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ബീഫ് ഇട്ടിട്ട് നന്നായി കുഴച്ച് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം ഓരോ ടൈപ്പിലാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഉള്ളിയെല്ലാം മുറിച്ച് പിന്നെ തക്കാളിയിൽ ഇതിൻ്റെ ഈ ചൊട്ടുണ്ടല്ലോ അത് കളഞ്ഞിട്ടാണ് ഞാൻ ഇടാറുള്ളത്. അങ്ങനെ അത് മുറിച്ചതിന് ശേഷം പള്ളിക്കറി മസാല, അതെൻ്റെ ഹസ്ബൻഡ് കറി നന്നാവാൻ വേണ്ടിയിട്ട് പള്ളിക്കറി മസാല കൊണ്ടുവന്നതാണ്. ഇതിട്ടിട്ടെങ്കിലും കറി കുറച്ച് ടേസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിട്ടിട്ട് ഹസ്ബൻഡ് കറി നന്നായിട്ടുണ്ടായിരുന്നു പറഞ്ഞിന്. ഞങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അതിലേക്ക് അരച്ച് വെച്ച മുളകെല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത്, പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഉപ്പിടാൻ മറന്നിരുന്നു. ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത്. ആ പള്ളിക്കറി മസാല നല്ല ജീരകത്തിൻ്റെ മണമാണ്, പെരുംജീരകത്തിൻ്റെ. പിന്നെ ഉപ്പിട്ട് അതിലേക്ക് ബീഫിട്ട് കുറേ വെള്ളം കൂട്ടി. വെള്ളം കുറച്ചായാൽ ശരിയാവില്ല. പിന്നെ ഇത് ചെറിയ കുക്കറായതുകൊണ്ട് കുറേ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഇത് മറിയും. അതിനോണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 4-5 സ്റ്റീൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അത് വിസിലടിയാൻ വെച്ചു. പിന്നെ ഇത് കസ്റ്റേർഡ് ഉണ്ടാക്കാൻ ഇത് 2 ദിവസം മുമ്പ് ഞാൻ 2 കൊട്ട പാല് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 കൊട്ട ഞാൻ കഴിഞ്ഞ ദിവസം ആക്കി, ഏകദേശം 1 കൊട്ടേൻ്റെ പാല് ഇത് ബാക്കിയുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം മുറിച്ച് കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾക്ക് ചിക്കൂട്ടാൽ നല്ലൊരു മണമാണ്. പിന്നെ കാഷ്യൂ നെട്ട് നോക്കുമ്പോൾ ആകെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തലേ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ അവിടുന്ന് കാഷ്യൂ നെട്ട് റൈസിൻസ് എല്ലാം അവരോട് തൂക്കാൻ പറഞ്ഞിരുന്നു. അവർ തൂക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ സാധനത്തിൽ നോക്കുമ്പോൾ അതില്ല. ബില്ല് ചെക്ക് ചെയ്തപ്പോൾ ബില്ലിലും സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തൂക്കിയത് എവിടെ പോയി എന്നറിയില്ല. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. ഞാനിത് കസ്റ്റർഡ് മിക്സിയിൽ അടിക്കാനൊന്നും പോയിട്ടാണ്. ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് വെള്ളം പോലെ ആയിട്ടുണ്ടാവും. പിന്നെ അതിലേക്കുള്ള മല്ലിച്ചപ്പ് കറിവേപ്പില അതെല്ലാം മുറിച്ച് വെച്ചു. പിന്നെ സാലഡ്, നമുക്ക് നെയ്ച്ചോറ് ബീഫ് കറി അതെല്ലാം ഉണ്ടെങ്കിൽ സാലഡ് മസ്റ്റാണ്. പീസസ് എല്ലാം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കുക, അതെല്ലാം വെച്ച് മിക്സ് ചെയ്തു. കല്യാണത്തിന് വീട്ടിലെല്ലാം പോയാൽ ബിരിയാണി കിട്ടിയാൽ സാലഡിലാണ് ഞങ്ങൾക്ക് അത് അറിഞ്ഞില്ല. സാലഡ് കൊണ്ടുതരും വരെ ഞാൻ അവിടെ കാത്തു നോക്കും. പിന്നെ നെയ്ച്ചോറിലേക്കുള്ള സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആ സ്പൂണെല്ലാം കോരിയെടുത്തു. ഇങ്ങനെ സ്പൂൺ ഇട്ടാൽ ആ സ്പൂൺ നന്നായി തുടച്ചെടുക്കണം, അല്ലെങ്കിൽ അതൊരു ചോന്നിട്ടുണ്ടാവും സ്പൂണ്. പിന്നെ അതിലത്തെ ബീഫെല്ലാം വെന്തിട്ടുണ്ടാന്ന് നോക്കി, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം നന്നായി മിക്സ് ചെയ്തു. കറി നല്ല പരുവത്തിലായിട്ടുണ്ട് കാണാൻ. ഹസ്ബൻഡും നല്ല ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഇത് ആദ്യം ഉള്ളി വഴറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കോക്കനട്ട് ഓയിലിട്ട് പിന്നെ കറിച്ചപ്പില മല്ലിച്ചപ്പ് അതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തു. ഉപ്പുണ്ടാ നോക്കി, എല്ലാം കറക്റ്റാണ്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വെച്ചു. നെയ്ച്ചോറിലേക്ക് ഇത് ഉച്ചക്ക് ഞാൻ ഹസ്ബൻഡ് 2 മക്കളും മാത്രം, രാത്രിയിലേക്ക് ഫുഡൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് 1.25 ഗ്ലാസ് നെയ്ച്ചോറ് അരി ഇട്ടു. അതിലേക്ക് ഡബിൾ വാട്ടർ അതെല്ലാം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. പിന്നെ ഇതുപോലെ തിളക്കുമ്പോൾ കുക്കർ വിസിലിട്ടു. ഇത് ഞാൻ കുക്കറിൻ്റെ മൂടി കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചക്ക് ചോറും കറീൻ്റെ എല്ലാം പണിയായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വന്നു. ഇത് ഞാനൊരു 12 മണിക്കാണ് ഈ ഒരു പരിപാടി എടുക്കുന്നത്. ഇത് രാത്രിയിലേക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനാണ്. സാരിയെല്ലാം നോക്കി, സാരീൻ്റെ അറ്റത്ത് ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കട്ട് ചെയ്തു. ഫസ്റ്റ് ബാക്ക് പാർട്ട് കട്ട് ചെയ്യും, പിന്നെ ഫ്രണ്ട് പാർട്ട്. ബാക്ക് ഫ്രണ്ടിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ആവശ്യത്തിനുള്ള അലവൻസ് എല്ലാം കൊടുത്തിട്ട് ലെങ്ത്ത് ഒരു 1.5 ഇഞ്ച് കൂട്ടും. പിന്നെ ഫ്രണ്ടിൽ ബട്ടണല്ല കൊളുത്ത് ഹുക്ക് വെക്കാനുള്ള സ്ഥലമെല്ലാം വിടും. അങ്ങനെ ഇത് മാർക്ക് ചെയ്തു. ഇത് ലൈനിങ് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അതിന്, പക്ഷേ ഈ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ എനിക്ക് നല്ല ടൈം എടുത്ത്. എന്താണെന്ന് വെച്ചാൽ ഇത് തുണി ഒരു ഒത്ത് കിട്ടുന്നില്ല. പിന്നെ ഈ ബ്ലൗസ് പീസിലെ ബാക്കാണെങ്കിൽ ഒരു ഒത്ത നടുവിലുള്ളത്, അപ്പോൾ ഇത് തുണി മതിയാവുന്നില്ല. അങ്ങനെ പിന്നാലെ കുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്തിട്ട് നമുക്ക്
കസ്റ്റമർ പറഞ്ഞത് കൈ ഫുൾ സ്ലീവ് വേണമെന്നാണ്. ഇതിലാണെങ്കിൽ ഫുൾ സ്ലീവ് എടുക്കുമ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് കിട്ടിയില്ല. ഫ്രണ്ട് പീസിലേക്ക് എടുത്താൽ സ്ലീവ് ഫുള്ളും കിട്ടിയില്ല. അങ്ങനെ വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന്. അവർ പറഞ്ഞ് കൈ എന്തായാലും ഫുള്ള് വേണം, ഫ്രണ്ടിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കിയിട്ട് ഫൈനലി ഇത് ശരിയായി. ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തലവേദന എടുത്തിട്ട് ഈ നോക്കിയതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തലവേദന എടുക്കും. അങ്ങനെ എങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്ത്. പിന്നെ ലൈനിങ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ 1.5 മീറ്റർ ലൈനിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ക്രേപ്പ്. അതിലേക്ക് മാച്ച് ആയതും കിട്ടീന്. അതിനോട് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഇത് ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തതാണ്. രാത്രി ഫംഗ്ഷന് പോകുമ്പോഴാൻ നല്ല ചെരുപ്പാണ്. 222 രൂപ എൻ്റെ മോൾക്ക് വാങ്ങിച്ചത്. ഈ സ്റ്റോൺസ് ഒന്നും സ്റ്റിച്ച് ചെയ്തതല്ല, ഒട്ടിച്ചെടുത്തതാണ്. പക്ഷെ നല്ല അടിപൊളി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി ഞങ്ങൾ പരിപാടിക്ക് പോയി. പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ തലേന്നല്ല, അതിൻ്റെ തലേന്ന് രാത്രി പെണ്ണിൻ്റെ വീട്ടിലേക്ക് സാരി കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷന് പോകുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ പോയിട്ടായിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ അവിടെ ഉള്ളിൽ കയറി വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. പിന്നെ മുകളിൽ പോയി റൂമെല്ലാം കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ വന്നു. ഇത് രാത്രി ഏകദേശം ഒരു 10-11 മണിയായി കാണും. എൻ്റെ ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വിടുമ്പോൾ തന്നെ 9:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ ഇരുന്നു. ഫാമിലിയെല്ലാം ഉണ്ടായത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട്. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്ക് അവർ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾക്കെല്ലാം ഒരു പാത്രത്തിലിട്ട് കൊണ്ടുവന്നു, അത് തിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു തെങ്ങിനെ ഞങ്ങൾ നോക്കി. ഇത് പന്തലിട്ടാൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ ഓലെല്ലാം ഇങ്ങനെ എടുത്തത്. ആകെ 2 ഓല എന്തോ ബാക്കി. ആ പാട്ട് പാടിയ സിംഗറെ ആർക്കെങ്കിലും അറിയാമെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ രാത്രി വന്നതിന് ശേഷം അങ്ക് ബ്ലൗസിന് കുറച്ച് ഹെമ്മിങ് പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഫ്രണ്ട് പീസിലേക്ക് ഞാൻ കാണാത്ത സ്ഥലത്തേക്കാണ് ആ ലൈനിങ് മാത്രം വെച്ചത്. പിന്നെ കൈ ഫുൾ സ്ലീവ് വേണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഫ്രണ്ട് അങ്ങനെ കിട്ടിയത്. പിന്നെ ഫ്രണ്ടിൽ ഒരു സൈഡിലേക്കും ഞാൻ ഇതേപോലെ ക്രേപ്പിന് തുണി വെച്ചിരുന്നു. പിന്നെ ഹാൻഡിൻ്റെ അറ്റത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ പ്രസ് ബട്ടണും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിൻ്റെ ഇടയിൽ ഇതാണ് അതിൻ്റെ ബാക്ക് പാർട്ട്. ഇത് ബാക്ക് വലിയ ഡീപ്പൊന്നും ഉണ്ടായിട്ടാ, പക്ഷേ കസ്റ്റമർക്ക് ഇത്രയൊന്നും ഡീപ്പ് വേണ്ടെന്ന് പറഞ്ഞു. ഇത് ഞാൻ 3 എടുത്തതാണ്, 3 ഇഞ്ച് ടോട്ടലി. ഇത് ടോട്ടൽ നോക്കിയാൽ ഒരു 5-6 ഇഞ്ചോളം ഉണ്ടാവും. ഒരാവശ്യത്തിനുള്ള ഡീപ്പ് തന്നെയായിരുന്നു ബാക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ഒരു 12-12:30 മണിയാകുമ്പോൾക്ക് ബ്ലൗസിൻ്റെ പരിപാടിയെല്ലാം ഫിനിഷായി. ഇനി അയൺ ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ ബായ്.